നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലാണ് ടീമുകളുള്ളത്. ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുക. ഇന്ത്യ ഇത്തവണ കരുത്തരുടെ നിരയുമായിട്ടാണ് ടൂർണമെന്റിന് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം യുവതാരങ്ങളാലും സമ്പന്നമാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിലും മികവ് കാട്ടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സമീപകാല ഫോമും മികച്ചതായതിനാൽ തന്നെ ഇന്ത്യ ഇത്തവണ കപ്പ് അടിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ചില സൂപ്പർ താരങ്ങളെ തടഞ്ഞിട്ടുണ്ട്. മികച്ച കണക്കുകൾ ഉണ്ടായിട്ടും ഇന്ത്യൻ ടീമിൽ നിന്ന് ദൗർഭാഗ്യവശാൽ തടയപ്പെട്ടവരാണ് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും എല്ലാം. ഇപ്പോഴിതാ ഇത്തരത്തിൽ തഴയപ്പെട്ട ചില താരങ്ങൾക്ക് രഞ്ജി ട്രോഫി സെമി ഫൈനൽ കളിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഇതാരൊക്കെയാണ് എന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. മുംബൈ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കടന്നിട്ടുണ്ട്. വിദർഭയ്ക്കെതിരെ നാഗ്പൂരിലാണ് മുംബൈയുടെ മത്സരം നടക്കുന്നത്. ഇംഗ്ലണ്ട് ഏകദിന പരമ്പര അവസാനിപ്പിച്ചതിന് പിന്നാലെ ജയ്സ്വാൾ മുംബൈ ടീമിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ജയ്സ്വാളിന്റെ സാന്നിധ്യം മുംബൈക്ക് കരുത്താകുമെന്ന് ഉറപ്പാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ഒരു മത്സരത്തിൽ മാത്രമാണ് ജയ്സ്വാൾ കളിച്ചത്. പ്രതീക്ഷിച്ച പ്രകടനം നടത്താനുമായില്ല. ഇതോടെ ജയ്സ്വാളിനെ ഇന്ത്യ തഴയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ജയ്സ്വാൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും അന്തിമ ടീം പ്രഖ്യാപിച്ചപ്പോൾ താരത്തിന് ഇടം നേടിയെടുക്കാൻ സാധിച്ചില്ല. ജയ്സ്വാളിനെ ഇന്ത്യ തഴയുന്ന സെമിയിൽ മുംബൈക്ക് ഗുണകരമായി മാറിയിരിക്കുകയാണ്. മുംബൈയുടെ ഓപ്പണറായ ജയ്സ്വാൾ സെമിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഏതായാലും ജയ്സ്വാളിന്റെ സാന്നിധ്യം മുംബൈക്ക് കരുത്താകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ T20 നായകനായ സൂര്യകുമാർ യാദവിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടാനായിട്ടില്ല. വെടിക്കെട്ട് ബാറ്ററായ സൂര്യകുമാർ യാദവ് T20യിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണെങ്കിലും ഏകദിനത്തിൽ ഇത്തരമൊരു മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ താരം തടയപ്പെട്ടു. മുംബൈക്കായി സെമി കളിക്കാൻ സൂര്യകുമാർ യാദവ് ഉണ്ടാകുമെന്നാണ് സാധ്യത. ഇന്ത്യ ഇടം കൈ മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവം ദുബെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ദുബൈയെ ഇന്ത്യ പരിഗണിച്ചിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സീറ്റില്ലാത്ത ദുബെ മുംബൈക്കായി സെമി കളിക്കാനാണ് സാധ്യത. മധ്യനിരയിൽ നിർണായക പ്രകടനം നടത്താൻ ദുബൈക്ക് സാധിക്കും. സ്പിന്നർമാരെ നന്നായി നേരിടുന്നു എന്നതാണ് ദുബൈയുടെ എടുത്തു പറയുന്ന സവിശേഷത. ഇന്ത്യ ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനായാണ് ദുബൈയെ പരിഗണിച്ചിരുന്നത്. ഹർദിക്കിന് പരിക്കേറ്റാൽ ദുബൈക്ക് ടീമിലേക്ക് വെളിയെത്തുകയും ചെയ്യും. സഞ്ജു സാംസണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടാനായിട്ടില്ല. T20 ഓപ്പണറായ സഞ്ജുവിനെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് തടഞ്ഞപ്പോൾ KL രാഹുലും അതുപോലെ ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർമാരെ ടീമിലേക്ക് എത്തുകയായിരുന്നു. ഇത്തവണ കേരളം രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സഞ്ജു സാംസണ് ഇപ്പോൾ രഞ്ജി ട്രോഫി സെമി കളിക്കാനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പരിക്കേറ്റതോടെ സഞ്ജുവിന്റെ ഈ ഒരു മോഹം പൊലിയുകയായിരുന്നു. സഞ്ജുവും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നതയ്ക്ക് രഞ്ജി ട്രോഫി സെമിയിലൂടെ പരിഹാരം കാണാനും സാധിക്കുമായിരുന്നു. എന്നാൽ പരിക്ക് ഈ പ്രതീക്ഷകളെല്ലാം തകർക്കുകയായിരുന്നു.